ലോഡിലാണ് കേട്ടോ എനിക്ക് വരാൻ പോണത്. പിന്നെ ഈ ഭാഗത്താണ് മീനുകൾ കൂടുതലായിട്ട് നിൽക്കണത്. ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്ക്, ഫുള്ള് നിറഞ്ഞ് തിക്കായിട്ട് കിടക്കുകയാണ്. ഇവിടുന്നാണ് ഈ വരുന്നത്. ഈ ഒരു കുളത്തിലേ ഇത്രയും തിക്കായിട്ട് മീനുകൾ കിടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2.5 സെൻറ്റിൻ്റെ ഒരു കുളമാണിത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കുളം. പക്ഷേ ഈ ഒരു കുളത്തിൽ ഇവർ ഏകദേശം 3500 കുഞ്ഞുങ്ങളാണ് ഇതിൽ ഇട്ടത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ തീറ്റയും കൊടുത്തു. ഇത്രയും മീനുകൾ ഒന്നാമത്തത് ഈ ഒരു കുളത്തിൽ തിങ്ങി നിറഞ്ഞ് വളരുമ്പോൾ അവർക്ക് വളർച്ച വളരെയധികം പ്രശ്നമായിരിക്കും. ഇതിലുള്ള മീനുകളുടെ സൈസ് നോക്കിയൊക്കെ ആവറേജ് ഒരു 1/2 കിലോ ആ റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ മീനുകളുള്ളത്. അത്രയും തിക്കായിട്ട് മീനുകൾ കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് വളർച്ചയില്ലാത്തത്. വലിച്ചുണ്ടായാൽ മതി, പൊക്കണ്ട, വലിച്ചുണ്ടായാൽ മതി. എന്തേ കനം കൂടിയാ പിന്നെ ആ ഒരു 1.5 ലോഡാട്ടാ പോണേ. ഇതിലും വലിയ വലയാണെന്നുണ്ടെങ്കിലേ പണി കിട്ടും. അപ്പോൾ നമ്മളതിന്ന് പിടിച്ച മീനുകളെ ഇതിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ മാറ്റുന്നത്. താൽക്കാലികമായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാണ്. അതായത് നല്ല വെള്ളം ആക്കിയിട്ട് കുറച്ച് നേരം മീനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. കാരണം നമ്മൾ ഈ ചേർന്ന് പിടിക്കുന്ന സമയത്തൊക്കെ മീൻ കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ടില്ലാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് മീനുകൾ ഒന്നായിട്ട് ചത്തുപോകും. അപ്പോൾ മീനെ നല്ല വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 തവണയെങ്കിലും വെള്ളം മാറ്റണം. മാറ്റുമ്പോഴാണ് മീനൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് മാറുള്ളൂ. ഇപ്പോൾ ആദ്യം നമ്മൾ നേരെ ഈ ഒരു വെള്ളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മീനുകളെ ചെരിയും. അതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചേട്ടനായിട്ട് മീനുകളെ കൊണ്ടുവന്ന് ചെരിയുന്നത് ഓവർലോഡായിട്ടൊന്നുമില്ല. സാവധാനം കുറേശ്ശെ മീനുകളെ മാത്രമാണ് നമ്മൾ കുളത്തുനിന്ന് എടുക്കുന്നുള്ളൂ. ഇതാണ് നമ്മളെ 2ാമത്തെ ടാങ്ക് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം നിറച്ചിട്ട് ബാക്കി മീനുകൾ നമ്മൾ ഇതിലേക്ക് ഇടണം. ഇതാണ് കേട്ടോ കുളത്തിൻ്റെ എൻട്രൻസ്. നോക്കിയൊക്കെ നല്ല വൃത്തിയുള്ളൊരു കുളം. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത് സ്ലാബൊക്കെ വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 ആൾക്കുള്ള താഴ്ചയുള്ളൂ. അപ്പോൾ നമ്മൾ ലിറ്റർ കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും 2.5 സെൻറ്റിൽ മാക്സിമം ഒരു 1000-1200. അതിൽ കൂടുതൽ മീനുകൾ നമുക്ക് ഈ ഒരു പോണ്ടിൽ ഇടാൻ പറ്റില്ല. വെയിറ്റ് കുറവാ ചേട്ടാ? ഉണ്ടാ കൊണ്ടുപോകണത്. ആ അതിനിടയിൽ മോട്ടർ റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ ഏട്ടാ? മോട്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമൊന്നുമില്ല. ഇതാണ് കറുത്ത കളറായിട്ടുള്ള വെള്ളം. നമ്മൾ നേരെ വെള്ളം ഇങ്ങോട്ട് അടിച്ചു ഒഴിവാക്കിയുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് വെള്ളം. അവിടെയാണ് നമ്മൾ മീനെ സ്റ്റോക്ക് ചെയ്യണത്. പമ്പിന്റെ കല്ലടിച്ചാൽ അടിപൊളി.
ചിത്ര കോലം നോക്ക്. ഞാൻ സൈഡിലൊക്കെ മീൻ കോരാനാട്ടോ. കിടക്കുന്നുണ്ട് മീൻ. അത്രയും മീൻ അവിടെ ഉണ്ട്. പതുക്കെ മതി. റെസ്റ്റ് എടുത്ത് സാവധാനം മതി. മീന് പരിക്ക് വേണ്ട. ഈ വരാലെന്ന് പറയുന്ന മീൻ ഭയങ്കര ആക്റ്റീവാണ്. മറ്റുള്ള മീനുകളെ പോലെ ഒന്നുമല്ല കേട്ടോ. സിലോപ്പി, നട്ടർ ഇതുപോലുള്ള മീനുകളെ പോലൊന്നും വരാലങ്ങനെ അടങ്ങിയിരിക്കില്ല. അത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അതായത് നമ്മളതിനെ പിടിക്കുന്ന നേരത്ത്, അതിനെ നമ്മൾ കുളത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നേരത്തൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവാവും. അതായത് ആ മീനിനെ നമ്മൾ പിടിക്കുന്ന സമയത്ത് അത് മാക്സിമം ചേറിനടിയിലേക്കൊക്കെ പോയി ഒളിക്കും. അപ്പോൾ ഇവരുടെ ഈ ചെകിളയ്ക്കുള്ളിലൊക്കെ ചേറ് കയറിക്കഴിഞ്ഞാൽ ഇവർ ചത്തുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറൽ പോണ്ടിൽ നിന്ന് വരാലിനെ പിടിക്കുമ്പോൾ ഒരു 10% 20% മീനെങ്കിലും ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഏകദേശം ഒരു കണക്കെന്ന് പറയുന്നത്. പിന്നെ ആ ഒരു കുളത്തിൻ്റെ വൃത്തിക്കും അതിലുള്ള ചേറിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ അതിലുള്ള മീനുകൾ ചത്തുപോകാതിരിക്കാനുള്ള ചാൻസ്. ചേട്ടാ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കട്ടയ്ക്ക് സപ്പോർട്ടാണ്. അതെ അത്യാവശ്യം വലിപ്പമുള്ളതുണ്ട്, ചെറുതുണ്ട് അല്ലേ? ഇത്രയും മീനാട്ടോ ഇവിടോക്ക്. മീനോട് കിടക്കണോ കിട്ടാ? അവരവിടെ പിടിക്കണ്ടല്ലേ? റഷ്യ തപ്പി പിടിക്കണ്ട്. റഷ്യൻ്റെ നോട്ടം. അതാ ചേട്ടൻ ഒന്നിനെ കിട്ടിയിട്ടുണ്ടല്ലേ? ഷെയറിൽ പൂണ്ടിറക്കണമൊക്കെ അങ്ങനെ എടുക്കാം. അതിൽ ഓടാവോ ഇട്ടാല്? അക പിടിക്കാം. ലോഡിലാണ് കേട്ടോ എനിക്ക് വരാൻ പോണത്. ഈ ഒരു കോരൽ നിങ്ങൾ നോക്കി നോക്ക്. ഏകദേശം ഒരു 40-50 മീനുകൾ ഇതിൽ പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ചെറിയ മീനുകളാണ് കേട്ടോ. ഈ ചെറിയ മീനുകളെ മാക്സിമം ഞങ്ങൾ ഒഴിവാക്കാറാണ് പതിവ്. കാരണം ചെറിയ മീനുകൾ എന്ന് പറയുന്നത് കർഷകർക്ക് വളരെയധികം നഷ്ടമാണ്. പ്രധാനമായിട്ടും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്നത്, വില കിട്ടുന്നത് ഒരു 650 ഗ്രാമിന് മുകളിൽ 750, 850, 1 കിലോ, 1.25 കിലോ, 1.5 കിലോ ഈ റേഞ്ചുള്ള മീനുകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റേറ്റ് കിട്ടുന്നത്. അതിന് താഴേക്കുള്ള മീനുകൾക്ക് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ ഒരുവിധം എല്ലാ കുളങ്ങളിലും വരും. പക്ഷെ അത് മിക്സറായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത് മാത്രം. അങ്ങനെ കൂടുതലായിട്ട് മീനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം ആ കുളത്തിലേക്ക് തന്നെ തിരിച്ചു വിടും. അത് കർഷകർക്കും കൂടി നല്ലതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ മീനുകളെ അവർ ആ ഒരു കുളത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമൊക്കെ മാക്സിമം ഒന്ന് നോക്കിയാൽ തന്നെ അത്യാവശ്യം ഒന്നും കൂടി സൈസായിട്ട് വരും. അത് ചെറിയ മീനുകളൊക്കെ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് ഒന്നും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് കാണിക്കും. ഈ ഒരു കുളത്തിൽ നമ്മൾ മാക്സിമം മീനുകളെ എടുത്തിട്ട് ബാക്കിയുള്ള മീനുകളെ ആ ഒരു കുളത്തിലേക്ക് തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും കൂടി സ്പേസ് ആയിട്ട് നല്ല വെള്ളം വരുമ്പോൾ ഒന്നും കൂടി ഗ്രോത്ത് വരാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കർഷകർക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ടാവണില്ല. ഒറ്റയടിക്ക് നമ്മൾ ഈ മീനുകളൊക്കെ എടുത്തുകൊണ്ടായാൽ കർഷകർക്ക് അത് വളരെയധികം നഷ്ടമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ചെറിയ മീനുകളാണ്. നമ്മൾ കർഷകരുടെ മാക്സിമം അവർക്കും കൂടി നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. അവരുടെ
പെർമിഷനോട് കൂടിയിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കാറ്. കോരിയാലും തീരില്ല കേട്ടോ. ഇതേ ക്ഷീണിച്ചാ മാറണമെങ്കിൽ പറഞ്ഞോ. എന്താ പോണ വഴിക്കൊരു കൈപ്പിടുത്തം. അവിടെ ആ ചേട്ടനും റഷീദും കൂടി മീനുകൾ അവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. അവിടുന്നാണ് നമ്മൾ മീൻ ലോഡാക്കിയിട്ട് നേരെ അപ്പുറത്ത് കൊണ്ടുപോയി തട്ടുന്നത്. ഈ കുളം നോക്ക്, മൊത്തം കരിങ്കല്ലുകൊണ്ട് നല്ല കെട്ട് കെട്ടിയിട്ടുണ്ട്. മുകളിലൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് ഫുള്ളായിട്ട് ഈ പച്ചനെറ്റ് കെട്ടിയിട്ടുണ്ട്. അതിന് മുകളിൽ വര ഇട്ടിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അവിടെ ആ ഭാഗത്തൊക്കെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ വളർത്തുമ്പോൾ ഇതുപോലുള്ള കുളങ്ങളിൽ വളർത്തണം. ഒറ്റ മീൻ പോലും പുറത്ത് വരാം. അല്ലേ സിദ്ധിയ? ഒരു മീൻ പോലും പുറത്ത് വരാം. നല്ല വൃത്തിക്ക് കുളം നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ട്. മുകളിലൊക്കെ നെറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മീനുകൾ കിടക്കണമൊക്കെ ഏകദേശം പകുതി വരുമ്പോൾ തന്നെ ഫുള്ളാവും. മീൻ കാലൊന്നും അടിക്കുന്നില്ല. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ ഫുള്ള് തിക്കാണ് മീൻ. ആ ഭാഗത്തൊക്കെ ഫുള്ള് തിക്കായിട്ട് കിടക്കാൻ കേട്ടോ മീൻ. മീനിൻ്റെ സൈസ് ഉണ്ടോ? അടിയിലാണ്, ചേറിൻ്റെ അടിയിലാണ് ഈ മീനൊക്കെ കിടക്കാൻ കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ വിചാരിക്കും മീൻ ഇല്ലാന്നുള്ളത്. ഇതിൻ്റെ അടിയിലെ ഒക്കെ മീനാണ്. ഫുള്ള് മീനുകളാണ്. നല്ല സൈസ് ഉള്ളത് കേട്ടോ. കണ്ണൊക്കെ ഏകദേശം പോയി. ഫുൾ ലോഡാണ് കേട്ടോ. ഫുൾ ലോഡായിട്ടാണ് പോണത്. അത് നല്ല സൈസ് ഉണ്ടല്ലേ. ഇപ്പോൾ കൊണ്ടുപോണേൽ കണ്ട ഒരു മീനല്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 800 ഗ്രാം 850 ഗ്രാം ആ റേഞ്ച് വരെ ഒക്കെ ഉള്ള മാക്സിമം ആണ് ഇതിലുള്ളത്. അത് വിട്ടിട്ട് ഏകദേശം 1 കിലോയ്ക്ക് മുകളിലുള്ള ഒരു മീൻ പോലും നമുക്കിതൊന്നും കിട്ടിയില്ല. ഏകദേശം ഒരു 1000-1500 മീനുകളെ നമ്മൾ തൂക്കി നോക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഓരോന്നെടുത്ത് നമ്മൾ തൂക്കി നോക്കി. അതൊന്നും ഒറ്റ മീൻ പോലും നമുക്ക് ഏകദേശം 1 കിലോയ്ക്ക് മുകളിലുള്ള കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയൊരു കാര്യം കേട്ടോ. അതും കൂടി കഴിക്കണ്ടേ? അതുകൂടി കഴിക്കണം. അവിടെ പോകുമോട്ടെ. ഇല്ല, അതുകൂടെ കഴിക്കണം. മതി. അപ്പോൾ നമ്മളിതിലത്തെ വെള്ളം ഏകദേശം ഒഴിവാക്കിയിട്ടാണ്. ആ വെള്ളം വേണം. ഒന്നുകൂടെ കേട്ടല്ലേ അധ്യാ? ഒരു പായം കൂടെ മീന് പണിയിട്ടു. അപ്പോൾ ഞങ്ങൾ ഒരു പായം കൂടെ കെട്ടിയിട്ട് കണ്ടപ്പോൾ നമ്മളെ രണ്ടാമത്തെ ടാങ്ക്. ഇതിൽ മീൻ അത്രയ്ക്കില്ല, മീൻ കുറച്ച് കുറവാണ്. പക്ഷേ മീനിൻ്റെ വെള്ളം ഏകദേശം പറ്റ പോയിട്ടുണ്ട്. ചില മീനുകളും മലക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ വെള്ളം കൂടെ നമ്മൾ ഒഴിവാക്കണം. മറ്റേത്തെ വെള്ളം മൊത്തം ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ നല്ല വെള്ളം അടിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോരുകയാണ്. എത്തിയാ ഞാനുണ്ട് ഫുഡ് പൊളിയാട്ടാ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മളെ കുളത്തുനിന്ന് നേരെ പിന്നെ ഓണറുടെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ വീണ്ടും കുളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇനി എന്താ വെച്ചാൽ ആ കുളത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ പോകുന്നത്. അടിയിൽ ഒരുപാട് മീനുകളുണ്ട്. അത് കുറച്ച് മീനുകൾ ഏകദേശം ഒരു 1500 കിലോ മീനാണ് ഇപ്പോൾ നമ്മൾ കയറ്റിയിട്ടുള്ളത്. പിന്നെ ഏകദേശം ഒരു 1500 കിലോയുടെ മേലെ ഉണ്ടാവില്ലേ? ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി മേലേക്ക് എടുക്കണ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾ ചെറിയൊരു ബ്രേക്ക്. അതെ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യാം? നമ്മൾ വീട്ടിൽ